TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സ്പോർട്സ് ആൻഡ് വെൽനസ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്. ഒരാൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവർക്കും വെയ്റ്റ് ട്രെയിനിങ് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ നമ്മൾ ഹൈ പെർഫോമൻസ് സ്പോർട്സ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ പവർ ലിഫ്റ്റിങ്ങിന് പോകുന്നവർ മാത്രം വെയ്റ്റ് ട്രെയിനിങ് ചെയ്താൽ മതി എന്നൊരു ധാരണ പലരും ഉണ്ടാവാം. പക്ഷേ അത്തരത്തിലുള്ള ഒരു ധാരണ തെറ്റാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വെയ്റ്റ് ട്രെയിനിങ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലുക്കായിട്ട് സപ്പോസ് ഒരാൾക്ക് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ജിംനേഷ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് വെയ്റ്റ് ട്രെയിനിങ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മളൊരു ചെടി വെച്ചാൽ നമ്മൾ അതിന് വളമിട്ട് കൊടുക്കും എന്ന് പറയുന്നത് കണക്ക് ഹ്യൂമൻ ഗ്രോത്തിന് തീർച്ചയായിട്ടും വേണ്ട ഒരു എസെൻഷ്യൽ കമ്പോണൻ്റാണ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഗ്രോത്ത് അങ്ങോട്ട് എൻഹാൻസ് ചെയ്യത്തുള്ളൂ. ഈ സ്ട്രെങ്ത് കുറയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറയുന്ന അസുഖങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾക്ക് വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ രണ്ട് ടൈപ്പ് മസിൽ ഫൈബറുണ്ട്. ഒന്ന് ഫാസ്റ്റ് ടിച്ച് മസിൽ ഫൈബറും ഉണ്ട്, രണ്ട് സ്ലോ ടിച്ച് മസിൽ ഫൈബറും ഉണ്ട്. നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഫാസ്റ്റ് ടിച്ച് മസിൽ ഫൈബർ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ ക്വിക്കായിട്ടുള്ള ആക്ഷൻസ്, സപ്പോസ് വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്പ്രിൻറ്റിങ് അങ്ങനെയുള്ള ഇവൻസിന് വേണ്ടി നമ്മുടെ ബോഡിയിൽ തീർച്ചയായിട്ടും ഫാസ്റ്റ് ടിച്ച് മസിൽ ഫൈബർ റേഷ്യോ കൂടുതലായിരിക്കും. ഇപ്പോൾ ഹുസൈൻ ബോൾട്ട് എന്ന് പറയുന്ന അത്ലറ്റ്, ആ അത്ലറ്റിൻ്റെ ബോഡിയിൽ ഒരുപക്ഷെ ഫാസ്റ്റ് ടിച്ച് മസിൽ ഫൈബർ റേഷ്യോ തന്നെയായിരിക്കും തീർച്ചയായിട്ടും കൂടുതൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ സ്പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഒരു മാരത്തോൺ റൺ എടുത്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ തീർച്ചയായിട്ടും സ്ലോ ടിച്ച് മസിൽ ഫൈബറാണ് കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ സപ്പോസ് ഈ നമ്മൾ ബോഡിയിൽ രണ്ട് ടൈപ്പ് മസിൽ ഫൈബറുണ്ട്, ഈ ഫാസ്റ്റ് ടിച്ചും സ്ലോ ടിച്ചും. അപ്പോൾ അവിടെ വെയ്റ്റ് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ സപ്പോസ് ഒരു സ്പോർട്ട് ചെയ്യുന്ന ആളാണ്, അയാൾക്ക് ഫാസ്റ്റ് ടിച്ച് മസിൽ ഫൈബറിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും വെയ്റ്റ് ട്രെയിനിങ് വേണം. അങ്ങനെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്ത് സ്ട്രെങ്ത് കൂടുമ്പോൾ അയാളുടെ പെർഫോമൻസ് കൂടുന്നു. അപ്പം ഒരു സ്ലോ ടിച്ച് മസിൽ ഫൈബർ എന്ന് വെച്ചാൽ ആ ഒരു മസിൽ ഫൈബർ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മാരത്തോൺ പോലത്തുള്ള സ്പോർട്സിനായിരിക്കും യൂട്ടിലൈസ്ഡ് ആകുന്നത്. ഇനി വരാൻ പോകുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു നോർമൽ ലൈഫ് നയിക്കുന്ന ആൾ എന്തിനാണ് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ 35 കഴിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മളെ സ്ട്രെങ്ത് ഡിമിനിഷ് ചെയ്ത് തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബോഡിക്ക് എക്സസൈസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബോഡിയിൽ സ്ട്രെങ്ത് ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് നമ്മൾ മസിൽസിൻ്റെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ മസിൽസിൻ്റെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എഫിഷ്യൻ്റായി മാറുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ബോഡിയുടെ ഫാസ്റ്റ് ടിച്ച് മസിൽ ഫൈബർ ആക്റ്റീവ് ആക്കാൻ വെയ്റ്റ് ട്രെയിനിങ് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബോഡിയുടെ ഫാസ്റ്റ് ടിച്ച് മസിൽ ഫൈബർ റേഷ്യോ കൂട്ടണം. ഫാസ്റ്റ് ടിച്ച് മസിൽ ഫൈബറിൻ്റെ റേഷ്യോ നമ്മൾ ഏജിങ് ചെല്ലും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഫൈബർ റേഷ്യോ, അതായത് ഫാസ്റ്റ് ടിച്ച് മസിൽ ഫൈബർ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും ഏറ്റവും നല്ല മാർഗ്ഗമാണ് വെയ്റ്റ് ട്രെയിനിങ്. അതുകൊണ്ടാണ് എല്ലാവരും വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ ഏത് ഏജ് തൊട്ടാണ് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും 15-ൽ താഴെയാണ് വെയ്റ്റ് ട്രെയിനിങ് അഡ്വൈസബിൾ. കാരണം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് നമ്മുടെ ബോൺ ഗ്രോത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് പ്രായത്തിൽ വെയ്റ്റ് ട്രെയിനിങ് പറഞ്ഞാൽ 15 വയസ്സായ ആൾക്കാർക്ക് അതിന് മേലോട്ട് തീർച്ചയായിട്ടും വെയ്റ്റ് ട്രെയിനിങ് ആകാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഇനി വെയ്റ്റ് ട്രെയിനിങ് ചെയ്താൽ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻക്രീസ്ഡ് മസിൽ സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ ഓരോ ജോയിൻറ്റിനും സപ്പോർട്ട് ചെയ്യുന്ന മസിൽസാണ്. ഈ മസിൽസിൻ്റെ എഫിഷ്യൻസി കൂടാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് വെച്ചാൽ വെയ്റ്റ് ട്രെയിനിങ് തന്നെയാണ്. സപ്പോസ് നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, മീൻസ് ആ മസിൽസിൻ്റെ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുന്നു. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ മസിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുന്നതിനാണ് മസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മസ്കുലാർ എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു മസിലിന് കുറേ നേരം ആക്ടിവിറ്റി പ്രൊലോങ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ മസ്കുലാർ എൻഡുറൻസ് എന്ന് പറയും. അപ്പോൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മളെ മസിൽ സ്ട്രെങ്തും കൂടുന്നു, മസ്കുലാർ എൻഡുറൻസും കൂടുന്നു. സെക്കൻഡ് പോയിന്റ്, ബൈ ഡൂയിങ് വെയ്റ്റ് ട്രെയിനിങ് അവർ ബോൺ സ്ട്രെങ്ത് ഇൻക്രീസസ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ ആൾക്കാരിൽ കാണുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്, പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് എല്ല് പൊടിയുന്ന അസുഖവും തേയ്മാനവും. ഇത് തീർച്ചയായിട്ടും തടയാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് വെയ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന എക്സസൈസുകൾ. വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയുടെ ബോൺസിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റിന് കുഴച്ചിട്ടിട്ട് ജസ്റ്റ് കമ്പി വെച്ചിങ്ങനെ ജസ്റ്റ് ടൈറ്റായിട്ട് പാക്ക് ചെയ്തതാണ്. എന്തിനാണ് പാക്ക് ചെയ്തത്? അത് ആ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കൂടാനാണ്. അതുപോലെ തന്നെയാണ്
നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോൺ സ്ട്രെങ്ത്, അതായത് നമ്മുടെ ബോൺസിൽ കാൽസ്യം അബ്സോർപ്ഷൻ കൂടാനും ഒക്കെ നമ്മുടെ ബോൺ ഡെൻസിറ്റി കൂടാനും സ്ട്രെങ്ത് ട്രെയിനിങ് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ട്രെയിനിങ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബോൺ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിനപ്പോൾ ഈ വെയിറ്റ് ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെസിസ്റ്റൻസ്, എനി റെസിസ്റ്റൻസ് ദാറ്റ് അവർ മസിൽസ് ഓവർകം. ചിലപ്പോൾ നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് ആവാം, അങ്ങനെയുള്ള എക്സസൈസ് ആവാം. ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോൺ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെക്സ്റ്റ്, വെയിറ്റ് ട്രെയിനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് ട്രെയിനിങ് വിൽ പ്രൊമോട്ട് മെൻ്റൽ ഹെൽത്ത്. നമ്മൾ പലപ്പോഴും അറിയാം, നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ, നമുക്ക് ടെൻഷൻ കൂടുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ് വരുന്നത്. അപ്പോൾ ആ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് എക്സസൈസ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ജിംനേഷ്യത്തിലൊക്കെ പോയി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ എക്സസൈസും ആ ഒരു അറ്റ്മോസ്ഫിയറും അത് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചും കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ബിൽഡ് ചെയ്യുന്നുള്ളതാണ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പേഴ്സണാലിറ്റി. നമ്മളെ കോൺഫിഡൻസ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ, നമ്മുടെ ബോഡി ഷേപ്പും ഒക്കെ റെഡി ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എക്സസൈസ് ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. ആ കോൺഫിഡൻസ് മീൻസ് നമ്മളവിടെ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോഡി, അല്ലെങ്കിൽ സപ്പോസ് ഒരാൾ ജിമ്മിൽ പോകുന്നത് ചിലപ്പം ബോഡി ഒന്ന് ഷേപ്പ് ചെയ്യാനും മസിൽസിൻ്റെ ഒരു എൻലാർജ്മെൻറ്റിനും വേണ്ടിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഷേപ്പാവുന്നു. അപ്പോൾ നമ്മുടെ മെൻ്റൽ കോൺഫിഡൻസ് കൂടുന്നു. മെൻ്റൽ കോൺഫിഡൻസ് കൂടുമ്പോൾ നാച്ചുറലി ടെൻഷൻ കുറയും, നമുക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റും. ഹൗ ടു മാനേജ് സ്ട്രെസ് എന്നുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആണെങ്കിൽ ഡു സ്ട്രെങ്ത് ട്രെയിനിങ്. ദാറ്റ് ഈസ് എൻ അൾട്ടിമേറ്റ് വേ. ഒരു മാർഗ്ഗം അതാണ്. അപ്പോൾ പല ആൾക്കാർക്കും പല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെക്സ്റ്റ്, വെയിറ്റ് ട്രെയിനിങ് വിൽ ഇമ്പ്രൂവ് കോൺഫിഡൻസ് ലെവൽ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് കോൺഫിഡൻസ് ലെവൽ എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഷേപ്പ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ വി വാക്ക്, ഹൗ വി ക്യാരി അവർ സെൽഫ്, അതാണ് കോൺഫിഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു. കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ വിൽ ബി പവർഫുൾ. നമ്മൾ പിന്നെ ആരെ മുന്നിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നതാണ്. ബിക്കോസ് വി ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. കാരണം നമ്മളെ ബോഡി ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിയുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. എക്സസൈസ് ചെയ്താലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഇഞ്ചുറി പ്രിവെൻഷൻ. അതായത് നമ്മുടെ ഓരോ ജോയിൻറ്റിനും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ബോൺസ് ഉണ്ടാവും. ഈ ബോൺസ് എല്ലാം കൂടെ വെച്ച് കൂട്ടിക്കെട്ടിയാൽ തീർച്ചയായിട്ടും അതിന് ശക്തി ഉണ്ടാവില്ല. അത് ശക്തി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മസിൽസാണ്. അപ്പോൾ ആ മസിൽസിന് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻറ്റ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ ജോയിൻറ്റ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ചുറി ഫ്രീ ആയി വരുന്നു. വളരെ സിമ്പിൾ ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ ഒരു ഓക്വേർഡ് മൂവ്മെൻറ്റ് നമ്മുടെ ബോഡി അറിയാതെ അത് പോയി. ആ മൂവ്മെൻറ്റ് ചിലപ്പോൾ നമ്മൾ മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ അതൊരു വലിയ മൂവ്മെൻ്റ് ആക്കി മാറ്റില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ബാത്റൂമിലേക്കൊക്കെ പോകുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ ചിലപ്പോൾ ടൈലിൽ ചിലപ്പോൾ കാല് സ്ലിപ്പ് ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഇഞ്ചുറിയിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ കാല് ഓക്വേർഡായിട്ട് പോകുമ്പോൾ മസിൽസ് സ്ട്രോങ് ആയതുകൊണ്ട് ആ മൂവ്മെൻറ്റിനെ പിടിച്ച് നിർത്തും. അപ്പോൾ ആ ജോയിൻറ്റ് സ്ട്രോങ് ആകുമ്പോൾ നമുക്ക് ഇഞ്ചുറി കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ എടുത്ത് പറഞ്ഞാൽ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും സ്ട്രെങ്ത് ട്രെയിനിങ് വേണം. സ്ട്രെങ്ത് ട്രെയിനിങ് ഇല്ലെങ്കിൽ ആ ജോയിൻറ്റ് സ്ട്രെങ്ത് കാണത്തില്ല. ഒരു അബ്നോർമൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹിറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പരിക്കാവാനുള്ള എല്ലാ സാധ്യതയും അതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്ലെയേഴ്സ് എല്ലാവരും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താൽ നമുക്കൊരു പരിധി വരെ നമുക്ക് ഇഞ്ചുറി കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ്, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ ഏറ്റവും അഡ്വാൻറ്റേജ് ഇൻക്രീസ്ഡ് മെറ്റബോളിക് റേറ്റ്. നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിക് റേറ്റ് കൂട്ടാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ബോഡിയുടെ മെറ്റാബോളിക് റേറ്റ് കൂട്ടിയാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബോഡി നമുക്ക് എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യും. മോർ ഓക്സിജൻ വിൽ ബി ട്രാൻസ്പോർട്ടഡ് ടു ദ മസിൽസ്. പെട്ടെന്ന് ക്വിക്കായിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യും. ഈ പ്രോസസ്സ് എൻഹാൻസ് ചെയ്യുമ്പോൾ നമ്മളെ എഫിഷ്യൻസി കൂട്ടും എന്നുള്ളതാണ്. നമ്മളെ മെറ്റാബോളിക് റേറ്റ് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി കൂടുന്നത്, നമ്മൾ വളരെ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ മെറ്റബോളിക് റേറ്റ് കൂടും എന്നുള്ളതാണ്. നെക്സ്റ്റ്, വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ മസിൽ ഹൈപ്പോട്രോഫിയാണ്. മസിൽ ഹൈപ്പോട്രോഫി എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിൻ്റെ സൈസ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ മസിൽ മാസ് കൂട്ടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കെൽറ്റൽ മസിൽസിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുന്നു. അങ്ങനെ സൈസ് എൻലാർജ് ചെയ്യുന്ന പേരാണ് മസിൽ ഹൈപ്പോട്രോഫി. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മസിൽ ഹൈപ്പോട്രോഫി വരുന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവരും കുറച്ച് മസിലൊക്കെ ആഗ്രഹിക്കുന്നതാണ്. നമ്മളൊന്നുമില്ലെങ്കിൽ എപ്പോൾ നിന്നാലും നമ്മൾ ബൈസെപ്സും ചെസ്റ്റും ഒക്കെ നമ്മൾ അറിയാതെ മിററിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹൈപ്പർട്രോഫി വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വെയിറ്റ് ട്രെയിനിങ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ മസിൽ ഹൈപ്പർട്രോഫി വരുമ്പോൾ അല്ലെങ്കിൽ മസിൽ മാസ് കൂടുമ്പോൾ
നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്ന രണ്ട് ഭാഗത്താണ്, ഒന്ന് മസിൽസിലും ഒന്ന് ലിവറിലും. അപ്പോൾ നമ്മുടെ മസിൽ മാസ് കൂടുന്തോറും തീർച്ചയായിട്ടും നമ്മുടെ ഗ്ലൂക്കോസ് സ്റ്റോറേജ്, ബോഡിയിലെ ഗ്ലൂക്കോസ് സ്റ്റോറേജ് കൂടും. ബോഡിയിൽ ഗ്ലൂക്കോസ് സ്റ്റോറേജ് കൂടുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള എനർജി കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ബോഡി എഫിഷ്യൻ്റ് ആക്കി മാറ്റാൻ മസിൽ ഹൈപ്പോട്രോഫിയിലൂടെ മസിൽ മാസ് കൂട്ടി കൂടുതൽ ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളതാണ് വെയിറ്റ് ട്രെയിനിങ് കൊണ്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വെയിറ്റ് ട്രെയിനിങ് കൊണ്ടുള്ള ഏറ്റവും അടുത്ത ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് സപ്ലൈ വരുമ്പോഴാണ് കൂടുതൽ ഓക്സിജൻ എത്തുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകുന്നു. തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു. നമുക്കറിയാം നമ്മളെ ഒരു ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ആ ബ്രെയിനിനെ എഫിഷ്യൻസി ആക്കി എടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് സഹായിക്കും എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ, കൂടുതൽ എക്സസൈസ് എന്നല്ല, കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലേക്കുള്ള സഫീഷ്യൻറ്റ് ഓക്സിജൻ എത്തും, നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടും. അങ്ങനെ നമ്മൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നത്. നെക്സ്റ്റ്, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ലീപ്പ് എൻഹാൻസ് ചെയ്യുന്നു. ഒരു മനുഷ്യൻ നമ്മൾ എത്ര രാവിലെ ജോലി ചെയ്താലും നമ്മൾ തിരിച്ചു നിന്ന് ഉറങ്ങി ഒരു കണ്ടിന്യൂസ് ആയിട്ട് 8 മണിക്കൂർ അല്ലെങ്കിൽ 6 to 8 മണിക്കൂർ ഉറങ്ങുമ്പോഴാണ് നമ്മൾ റിക്കവറി ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ലീപ്പ് എൻഹാൻസ് ചെയ്യാൻ വെയിറ്റ് ട്രെയിനിങ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ്. നമ്മൾ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ മെലാറ്റോണിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെലാറ്റോണിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉറക്കത്തെ സഹായിക്കും. അങ്ങനെ അങ്ങോട്ട് ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ആരോഗ്യം ഒന്നും കൂടി ബെറ്റർ ആക്കി മാറ്റും എന്നുള്ളതാണ്. വെയിറ്റ് ട്രെയിനിങ് വെയിറ്റ് ലോസ് പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ബോഡിയുടെ വെയിറ്റ്, ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ BMI, ബോഡി മാസ് ഇൻഡെക്സ് ഉപയോഗിച്ച് നമ്മളെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് റഫ് ഇൻഡിക്കേഷനാണ് നമ്മുടെ ഹെൽത്തിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ കലോറീസ് ബേൺ ചെയ്യും. അങ്ങനെ കലോറീസ് ബേൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യും. ഫാറ്റ് ബേൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. ആ വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യുന്ന അതാണ്. മസിൽ മാസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാറ്റ് ബേൺ ചെയ്ത് നമ്മുടെ ബോഡി ഐഡിയലാക്കി മാറ്റുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് നമ്മളെ വെയിറ്റ് ലോസ് കുറഞ്ഞ് നമ്മളെ ബോഡിക്ക് കൃത്യമായിട്ട് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കാർഡിയോ സ്ട്രെങ്ത് പ്രോഗ്രാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ലോസ് പ്രോഗ്രാം വളരെ എഫക്റ്റീവ് ആവുന്നത്. നമുക്ക് 6 പാക്ക് വരാൻ ചെയ്യുന്ന എന്താണ്? 6 പാക്ക് നമ്മുടെ ബോഡിയിൽ ആ അബ്ഡോമൻ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടി അവിടുത്തെ ഫാറ്റ് ബേൺ ചെയ്ത് ആ മസിലിനെ വിസിബിളായി കാണിക്കുന്നതാണ് 6 പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാവും, നമ്മളെ മസിൽ വിസിബിലിറ്റി ക്ലിയർ ആവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ട്രെയിനിങ് മെത്തേഡാണ്. അത് നമ്മുടെ ബോഡി എഫിഷ്യൻസി കൂട്ടാനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റി കൂട്ടാനും നമുക്ക് വെയിറ്റ് ട്രെയിനിങ് സഹായിക്കും എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് വെയിറ്റ് ട്രെയിനിങ് എക്യുപ്മെൻറ്റ്സ് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഈവൻ നമുക്കൊരു ഡമ്പലായാലും വെയിറ്റ് പ്ലേറ്റ്സ് ആയാലും ഇതെല്ലാം വീട്ടിൽ തന്നെ കളക്ട് ചെയ്തിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ സ്ട്രെങ്ത് ട്രെയിനിങ് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ എഫിഷ്യൻസി തീർച്ചയായിട്ടും കുറയും. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗമാണ് വെയിറ്റ് ട്രെയിനിങ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് നമ്മളെ സ്ട്രെങ്ത്, അതായത് നമ്മൾ കുറച്ച് നാൾ എക്സസൈസ് ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രെങ്ത് ഡിമിനിഷ് ചെയ്യും. അങ്ങനെ സ്ട്രെങ്ത് ഡിമിനിഷ് ചെയ്യുമ്പോൾ ആ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗം തീർച്ചയായിട്ടും എക്സസൈസ് തന്നെയാണ്. എക്സസൈസിൻ്റെ റെസിസ്റ്റൻസ് എക്സസൈസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്താൽ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ വി അഡ്വൈസ്ഡ് all to have an effective exercise program. Our effective exercise program should be a planned exercise program and should be a regular routine. അത് നമ്മൾ ഏത് മസിൽസ് സപ്പോസ് one day if you are doing exercise for the upper body, the next day will be doing for lower body. അങ്ങനെ ക്രമീകരിച്ച് നമുക്ക് സിസ്റ്റമാറ്റിക് പ്ലാൻ ഉണ്ടാക്കിയാൽ വെയിറ്റ് ട്രെയിനിങ് നമ്മുടെ ബോഡിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വെയിറ്റ് ട്രെയിനിങ് നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഡു വെയിറ്റ് ട്രെയിനിങ് ആൻഡ് ബിൽഡ് യുവർ ഹെൽത്ത്. താങ്ക് യു.